കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 12 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന അങ്കൂലിയാങ്കം കൂത്ത് സമാപിച്ചു. കലാമണ്ഡലം സംഗീത ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത്. കൂടിയാട്ടത്തിന്റെ വേദമായി കാണുന്ന ഈ കലാരൂപം വിസ്മൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കൂലിയാങ്കം കൂത്ത്. ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം. ശ്രീരാമ നിർദ്ദേശപ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നതുവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് 526 ശ്ലോകങ്ങളടങ്ങുന്ന അങ്കൂലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം. സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം. ശ്ലോകം ചൊല്ലാൻ നങ്ങ്യാരും മിഴാവു കൊട്ടാൻ നമ്പ്യാരുമുണ്ടാകും. പാരമ്പര്യം പിന്തുടർന്ന് ഈ കല അവതരിപ്പിക്കുന്നവരാണ് ഇവർ. ആചാരപ്രാധാന്യമുള്ള അങ്കൂലിയാങ്കം കൂത്ത് ചിട്ടവിടാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് 10-ൽ താഴെ കലാകാരന്മാർ മാത്രം. ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നുപോകുന്ന സ്ഥിതിയുണ്ടാകും. ലോകപൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഈ കലയുടെ ഉത്ഭവസ്ഥാനമാണ് മറയാനൊരുങ്ങുന്നത്. അങ്കൂലിയാങ്കം കൂത്തറിയുന്നവരിൽ പ്രധാനിയായ അമ്മനൂർ കുട്ടൻ ചാക്യാർക്ക് 70 വയസ്സ് പിന്നിട്ടു. പൈങ്കുളം നാരായണ ചാക്യാർ 60കളിലാണ്. കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മനൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ. അങ്കൂലിയാങ്കം കൂത്തിലെ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുണ്ട്. പക്ഷേ 12 ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണ്ണമായും പഠിച്ചാൽ മാത്രമേ ആചാരപൂർവ്വം ഇത് അവതരിപ്പിക്കാനാകൂ. പുതിയ തലമുറയിൽ വളരെ കുറച്ചുപേർ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുകളുണ്ടെന്ന് കടവല്ലൂർ ക്ഷേത്രത്തിൽ കൂത്തു നടത്തിയ സംഗീത് ചാക്യാർ പറയുന്നു. അത് വളരെ വിരളമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ കടവല്ലൂർ, അതുപോലെ ഗുരുവായൂർ, വെള്ളർക്കാട്, കൂടൽമാണിക്യം ക്ഷേത്രം, അതുപോലെ തൃപ്രയാർ, മാടായിക്കാവ്, അങ്ങനെ കുട്ടിയൂർ, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളിലുണ്ട്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു കഥാവിവരണമാണ് അങ്കുലിയാങ്കത്തിലുള്ളത്. 526 ശ്ലോകങ്ങളോളം അങ്ങനെയുള്ള പദ്യങ്ങളൊക്കെ ചമച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവതരണ രീതി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മറ്റുള്ള കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾ ഇന്ന് പൊതുവേദികളിൽ ഉണ്ടെങ്കിലും നിറഞ്ഞ സാന്നിധ്യമുണ്ടെങ്കിലും അങ്കുലിയാങ്കം കൂത്ത് എന്നും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു പക്ഷേ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കഥാവിവരണം ആയതുകൊണ്ടായിരിക്കാം. അങ്കൂലിയാങ്കം കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നീ 3 പേർ വേണം. ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഗുരുവായൂർ, കൂടൽമാണിക്യം, തൃപ്രയാർ, കൊട്ടിയൂർ, മാടായിക്കാവ്, കടവല്ലൂർ, വെള്ളറക്കാട്, തിരുമൂഴിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളടക്കം ചുരുക്കം വേദികളിൽ മാത്രമാണ് ഇപ്പോൾ അങ്കൂലിയാങ്കം അവതരിപ്പിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.